നോക്കിയിട്ടോ അവരിലെ അതാവാ. ശരിയല്ല, സ്നേഹിച്ചിട്ടല്ലേ നിങ്ങളെ അള്ളാഹുവിലേക്ക് എടുക്കേണ്ടത്. നാഥനിലേക്കൊരു പാഥേയമല്ല. നിങ്ങൾ പാതയം എന്ന് പറയുന്നത് നമ്മുടെ ഒരു സിനിമ ഇറങ്ങിയിട്ടുണ്ട്, അതൊന്നും കയറ്റിയിട്ടുണ്ടാവില്ല. സംഘടന ചോദിച്ചിട്ടുണ്ട് പാതയം. പാതയം എന്ന് പറഞ്ഞാൽ മലയാളം ഡിക്ഷണറി നോക്കിയാൽ അതിന് പൊതിച്ചോറ് എന്നാണ് അർത്ഥം. പൊതിച്ചോറ് എന്ന് പറഞ്ഞാൽ പണ്ട് കാലത്ത് ദീർഘയാത്ര ചെയ്യുമ്പോൾ കയ്യിലെടുക്കാൻ സാധനം കരുതും, ഭക്ഷണം എന്തെങ്കിലും കഴിക്കാൻ, ഏതെങ്കിലും മരത്തണലിൽ നിന്ന് കഴിക്കും. ഇതുപോലെ ഫാസ്റ്റ് ഫുഡ് കടകളൊന്നും ഇല്ലാത്തൊരു കാലത്ത്, സഞ്ചരിക്കുന്ന കാലത്ത് കൈ പിടിച്ചത് അസാദ് പാഥേയം. അള്ളാഹുവിലേക്കുള്ള യാത്രയിൽ ഒരു പാഥേയം വേണം, അത് സ്നേഹമാണ്. നമ്മൾ അള്ളാഹുവിനെ സ്നേഹിച്ചിട്ടില്ല. നമ്മളെപ്പോഴും അള്ളാഹുവിനെ പേടിച്ചിട്ട്, അത് നിങ്ങളുടെ കുഴപ്പമില്ല, നിങ്ങളെപ്പോഴും പേടിപ്പിച്ചിട്ടുള്ളൂ. ഒരിക്കലും നമുക്ക് അള്ളാഹുവിനെ സ്നേഹിക്കാൻ കഴിഞ്ഞിട്ടില്ല. അള്ളാഹുവിന്റെ ആരിഫീങ്ങള്, അള്ളാഹുവിന്റെ ഔലിയാക്കന്മാർ അള്ളാഹുവിനെ പ്രണയിക്കുകയാണ് കൂടുതൽ ചെയ്തത്, ഭയത്തോടൊപ്പം സ്നേഹിക്കുകയാണ് ചെയ്തത്. നമ്മൾ അള്ളാഹനെ പേടിക്കുകയാണ് ചെയ്തത്. മരണത്തെ പേടിക്കുന്നു. ഖുർആനിൽ എവിടെയെങ്കിലും ഒരു പദം നിങ്ങൾക്ക് കാണിച്ചു തരാൻ പറ്റും? നമ്മളെപ്പോഴും പറഞ്ഞല്ലോ മരണത്തെ പേടില്ലേ. മരണത്തെ പേടിക്കുന്നു എവിടെയാണ് പറഞ്ഞിട്ടുള്ളത്? മരണത്തെ പ്രണയിക്കാനാണ് പറഞ്ഞിട്ടുള്ളത്, മരണത്തെ പ്രേമിക്കുകയാണ് വേണ്ടത്. സർവസുഖങ്ങളെയും മുറിച്ചു കളയുന്ന മരണത്തെ നിങ്ങൾ ഓർക്കേണമേ എന്നാണ് അള്ളാഹു പറഞ്ഞത്. മരണത്തെ പേടിക്കാൻ പറഞ്ഞില്ല, മരണത്തെ ഓർക്കണം. നമ്മൾ പേടിയുള്ള സാധനത്തെ എപ്പോഴെങ്കിലും ഓർക്കൂ. നിങ്ങളെ പേടിയുള്ള കാര്യത്തെ നമ്മൾ എപ്പോഴും ഓർക്കൂ. സ്നേഹമുള്ള കാര്യം നമ്മൾ എപ്പോഴും ഓർത്തുകൊണ്ടിരിക്കും, അല്ലേ? ഒരു ട്രാൻസ്ഫോമറിന്റെ അരികിൽ നമ്മൾ അധികം നേരം പോയി നിൽക്കൂ. ഒരു പേടിയാണ് അത്, ഷോക്കേൽപ്പിക്കുന്ന ഒരു പേടിയാണ്. പക്ഷെ പൂന്തോട്ടത്തിൽ നമ്മൾ ഒരുപാട് നേരം പോയി നിൽക്കൂലേ? മരണത്തെ പോലും പേടിക്കുകയല്ല, സ്നേഹിക്കുകയാണ് വേണ്ടത്. അതുകൊണ്ടാണ് ബദരീങ്ങൾ പിറ്റേന്ന് ബദർ നടക്കുമെന്ന് അറിഞ്ഞിട്ട് അറേബ്യയിലെ കാട്ടുമാടന്മാരായ ചെറുപ്പക്കാർ അറബിക്കടലിന്റെ അലമാലകളെ പോലെ ആയുധപണികളായി വന്നു നിൽക്കുമ്പോഴും ബദറിന്റെ പാതിരാത്രിയിൽ, തലേരാത്രിയിൽ അല്ലാഹുവിന്റെ റസൂലിന്റെ പ്രിയപ്പെട്ട സ്വഹാബത്ത് ശാന്തമായി കിടന്നുറങ്ങുകയായിരുന്നു. നാളെ മരണം വരിക്കുന്നത് ഉറപ്പായിട്ട് പോലും ശാന്തമായി അവരെ ഉറങ്ങാൻ കെൽപ്പ് നൽകിയത്, പവർ നൽകിയത് മരണത്തെ പ്രണയിച്ചതുകൊണ്ടായിരുന്നു. മരണത്തെ പേടിച്ചാൽ അന്ന് അവർ തിരിഞ്ഞോളും. നമ്മൾ അള്ളാഹുവിനെ പേടിച്ചത് കൊണ്ടാണ് നമ്മൾ അള്ളാഹുവിലേക്ക് അടുക്കാൻ നമുക്ക് പറ്റാതെ പോയത്. ഇത് ബേസാണ്. ഇസ്ലാമിക വിശ്വാസത്തിന്റെ അടിസ്ഥാനം ഇതാണ്. അള്ളാഹുവിനെ നമ്മൾ സ്നേഹിക്കാൻ തുടങ്ങുന്നത്, അതാണ് അള്ളാഹുവിലേക്കുള്ള പാതയം. ഉമ്മകളെ പേടിച്ചിട്ട് ആരാധന ചെയ്തിട്ട് നമുക്ക് എപ്പോഴെങ്കിലും ഒരു ടേസ്റ്റ് ലഭിച്ചിട്ടുണ്ടോ? പരിശുദ്ധ പ്രവാചക തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി അവിടുന്ന് പറയുകയാണ്, സലാത്തും മൻ കുന്ന ഫീഹി വജദ ഹലാവതൽ ഈമാൻ. ഈമാനിനൊരു മധുരമുണ്ട്, ഈമാനിനൊരു ടേസ്റ്റ് ഉണ്ട്, ഈമാനിനൊരു രുചിയുണ്ട്. മുഹമ്മദ് മുസ്തഫ. 3 ആളുകൾക്ക് അത് ലഭിക്കുമെന്ന് തഹ റസൂലുള്ളാഹി. 3 വിഭാഗം ആളുകൾക്ക് ലഭിക്കും. നമുക്കെപ്പോഴെങ്കിലും നിസ്കരിച്ചിട്ട്, അത് പറയാം, നിസ്കരിച്ചിട്ട് 2 റക്അത്ത് നിസ്കാരം സലാം വെച്ചപ്പോ അൽഹംദുലില്ലാഹ് എന്തൊരു സുഖമാണ് എന്ന് നമുക്ക് തോന്നിയിട്ടുള്ളൂ. ഉണ്ടാവും നിങ്ങളെ പറയുന്നുണ്ടാ? നിങ്ങളൊരു പേടിച്ചുണ്ടാക്കിയതുകൊണ്ട് അത് കാലങ്ങളായി ഉണ്ടാക്കിയ ഒരു മാർഗമാണ്. ഈ ബോക്സ് കൂടെ ഇങ്ങനെ സംസാരിക്കുക, നിങ്ങൾ ഇങ്ങനെ മിണ്ടാണ്ടിരിക്കുക, പ്രസംഗിക്കുന്ന ആൾ പ്രസംഗിക്കുക, അങ്ങനെ ഒരു സ്റ്റൈലൊന്നും അല്ലാഹുവിന്റെ റസൂൽ കാണിച്ചു തന്നിട്ടില്ല. നമ്മളതൊക്കെ ചവിട്ടി പൊളിച്ചു കളയണം. നിങ്ങളെ എവിടെന്നല്ല പറഞ്ഞു. ഈ രീതിശാസ്ത്രങ്ങളെ നമ്മൾ പൊളിച്ചടക്കണം. ഇതൊക്കെ 50,000 വാട്സ് വയ്ക്കുന്നെങ്കിൽ പ്രസംഗിക്കുള്ളൂ എന്ന് പറഞ്ഞത് ദുരന്തമാണ്. ഇത് ഗംഭീര വയ്ക്കല്ലേ? അവസാനം
2000 വാട്സപ്പ്. അള്ളാഹുവിന്റെ റസൂൽ ഇങ്ങനെ 2 മണിക്കൂർ പ്രസംഗിച്ച് ചരിത്രം ഉണ്ടായിട്ടില്ല. റസൂലുള്ളാഹി ചിലപ്പോൾ സദസ്സിനോട് സമ്മതിക്കുകയാണ് ചെയ്യും. മുമ്പ് നിങ്ങളെ സൂഫി അള്ളാഹുവിന്റെ പ്രവാചകന്റെ പിൽക്കാലത്ത് വന്ന ഗുരുക്കന്മാരുടെ മാർഗമല്ലാതെ ഒരു മാറ്റം ഈ സമൂഹത്തിൽ ഉണ്ടാവില്ല. ഉറപ്പ് ഉണ്ടാക്കാൻ കഴിയില്ല. ഞാനീ പറയുന്നത് 5 കൊല്ലത്തിനുള്ളിൽ പോയിട്ടുള്ളൂ. ഇപ്പോൾ ചിലപ്പോൾ എനിക്ക് നീരസം തോന്നിയിട്ടുണ്ടാവും. നിങ്ങൾ ചിലപ്പോൾ ചിലപ്പോൾ ഊഹിക്കുന്നുണ്ടാവും. നിങ്ങൾ ഊഹിച്ചാൽ എന്റെ കുഴപ്പമില്ല. ഞാൻ ആരെയും മുന്നിൽ കണ്ടിട്ടല്ലേ എന്ന് പറയുന്നത്. നോക്കൂ, അപ്പൊ നിങ്ങളെ പേടിച്ചിട്ട് നിങ്ങളെക്കാട്ട് വലിയ ആരെങ്കിലും സദസ്സിലുണ്ടെന്ന് ഞാൻ കരുതുന്നു, അങ്ങനെ വിശ്വസിക്കുന്നു. പിന്നീടുണ്ട്, മുമ്പിലുണ്ട്. ഞാൻ അത്ര വലിയ ആരെങ്കിലുമില്ല. നിങ്ങൾക്ക് എല്ലാവർക്കും കൂടെ ഇരിക്കാൻ സ്ഥലമില്ലാത്തതുകൊണ്ടാണ് ഇവരുണ്ടാക്കി അവിടെ ഇരിക്കുന്നത്. ഏജിയുടെ പണ്ടേ ഉള്ളത് കൊണ്ടാണ് ഇവിടെ ഉയരം. അല്ലെങ്കിൽ നമ്മളൊന്നും ഒരു വ്യത്യാസമില്ല. നിങ്ങളൊക്കെ മകന്റെ വേറെ കുട്ടികളുടെ ഒക്കെ പ്രായമുള്ളവർക്ക്. അപ്പൊ നിങ്ങള് ഇങ്ങനെ എയർ പിടിച്ചിങ്ങനെ ഇങ്ങനെ ഇരിക്കേണ്ട കാര്യമൊന്നുമില്ല. ഇവിടെ ചെറിയ സ്ഥാപനം വന്നിട്ടില്ല. സ്ഥാപനം വന്നാലും അങ്ങനെ ഇരിക്കണമെന്ന് എനിക്ക് അഭിപ്രായമില്ല. കാരണം അള്ളാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം ചേർന്ന് നിന്ന് സംസാരിച്ച ആളാണ്. അപ്പൊ ഞാൻ 2 മണിക്കൂർ കാണാപ്പാടാൻ പഠിച്ച നിങ്ങളോട് ഇങ്ങനെ പ്രസംഗിച്ചു പോയാൽ ഒരു മാറ്റം ഉണ്ടാവില്ല. ഇതിൽ അള്ളാഹുവിന്റെ ഒരു ഇടപെടൽ ഉണ്ടാകണം. മാറ്റങ്ങൾ ഉണ്ടാകില്ല, അള്ളാഹുവിന്റെ ഇടപെടൽ ഉണ്ടാകണം. അള്ളാഹു നമ്മുടെ മനസ്സിൽ മാറ്റം തരുമാറാകട്ടെ. നിങ്ങൾ സത്യസന്ധമായി പറയും. 2 റക്അത്ത് നമസ്കരിച്ച് നമുക്കൊരു സുഖം കിട്ടുന്നുണ്ടാവും. എനിക്ക് കിട്ടിയിട്ടില്ല. നിങ്ങൾക്ക് ആർക്കും കിട്ടുന്നുണ്ടാവും. ആരെങ്കിലും ഉണ്ട് എന്ന് പറഞ്ഞാൽ അയാളാണ് ഈ കാലഘട്ടത്തിന്റെ കുത്തുബുസ്സമാൻ. അല്ലാതെ പോസ്റ്റുമ കുത്തുബുസ്സമാനെ തൂങ്ങി ആടുന്ന കുറെ കുത്തുബുസ്സമാന്മാരുണ്ട്. അതല്ല, ഈമാനിന്റെ മധുരം കിട്ടിയ ആളാണ് 2 റക്അത്ത് സലാം കിട്ടിയത്. കിട്ടില്ല മോമിനീങ്ങളെ. നമ്മൾ പ്രകടനാത്മകമായി ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുക. ഉപരിപ്ലവമായ ബാധ. എന്തുകൊണ്ടാണ് ആ മധുരം ലഭിക്കാത്തത്? തറാവീഹിന് പരിശുദ്ധ റമദാനിൽ 20 റക്അത്ത് തറാവീഹ് നിസ്കാരം കഴിഞ്ഞ സഫൊക്കെ അതാ ഭിന്നിക്കുകയാണ്. ചില ആൾക്കാർ ഇങ്ങനെ കാണിക്കുന്നത് വല്ല ജിമ്മിൽ പോയ മതി. എന്തോ ഒരു എക്സർസൈസ് ചെയ്യുക, തളർന്ന് ബുദ്ധിമുട്ടിയിട്ട് എല്ലാവരും പുറത്ത് എന്തോ ഒരു പാപം ചെയ്തതുപോലെ. നമുക്ക് എപ്പോഴെങ്കിലും ഒരു മാംഗോ ജ്യൂസ് കുടിച്ചതുപോലെ തോന്നിയിട്ടുണ്ടോ? 2 റക്അത്ത് നിസ്കാരം കഴിഞ്ഞിട്ട് ഒരു ജ്യൂസ് കുടിച്ചതുപോലെ എന്തൊരു സുഖമാണ്. അങ്ങനെ തോന്നിയിട്ടില്ല. അങ്ങനെ തോന്നിയ ആളുകള് ഈ ഭൂമിയുടെ മുകളിൽ ജീവിച്ചിട്ടുണ്ട്, മരിച്ചു പോയിട്ടുണ്ട്, ഇന്നും ജീവിക്കുന്നുണ്ട്. അതാണ് ഈ പ്രപഞ്ചത്തിന്റെ നിലനിൽപ്പ് പോലും. നമുക്ക് ഈമാനിന്റെ മധുരം ലഭിച്ചിട്ടില്ല. അള്ളാഹു നമുക്ക് തരട്ടെ. അതുകൊണ്ടാണ് കൈ കെട്ടിയാൽ നമ്മൾ ഇംഗ്ലണ്ടിലും അമേരിക്കയിലൊക്കെ പോയി വരുന്നത്, അല്ലേ? ഇന്ന് നാളെ നിസ്കരിക്കുമ്പോ നിങ്ങളെന്താ ചിന്തിച്ച്? ഞാൻ നിസ്കരിച്ചിട്ടില്ല, ഞാൻ ജമാഅത്ത് വെക്കുകയാണ്. ആരാണ് ബഷീർ ഫൈസി? ഒരു പാതയോ എന്തായാലും പോയൊക്കെ എന്തെങ്കിലും തട്ടിയൊക്കെ അടിക്കും, അല്ലേ? ഇതാലോചിച്ച് നമ്മളൊന്ന്, ഫോർ എക്സാമ്പിൾ ഞാൻ ഉദാഹരണം പറഞ്ഞു, ഇതാലോചിച്ച് നമ്മളൊന്ന് വരി നിസ്കരിച്ചേ നമസ്കാരം അള്ളാഹു സ്വീകരിക്കുവോ? വേണ്ട. അപ്പോ സ്വീകരിക്കാൻ പോകും നിങ്ങള്. അള്ളാഹു സ്വീകരിക്കട്ടെ, എല്ലാം നല്ല പറഞ്ഞത്. അപ്പൊ നമുക്ക് കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല. എന്തുകൊണ്ടാണത്? നമ്മൾ പേടിച്ച് അള്ളാഹു നമസ്കരിച്ചു, സ്നേഹിച്ചിട്ടില്ല. ഖുതുബുസ്സമാൻ മമ്പുറന്തങ്ങൾ ഒരു യാത്രാവേളയിൽ ഒരു പള്ളിയിൽ കയറി നിസ്കാരത്തിന്റെ 1-ാം റക്അത്ത് പിന്നിട്ടപ്പോ സംസാര സാഗരത്തിന്റെ ആഴം കണ്ട മലബാറിന്റെ സാത്വിക നേതാ മമ്പുറന്തങ്ങൾ കൈയടിച്ചു, വേറെ നിസ്കരിച്ചു. നിസ്കാരം കഴിഞ്ഞ ആളുകൾ ചോദിച്ചു, തങ്ങളുപ്പാപ്പാ എന്തേ നിങ്ങൾ തുടരാതെ വേറെ നിന്ന് നിസ്കരിച്ചതെന്താ? അപ്പൊ തങ്ങൾ പറഞ്ഞ മറുപടി, ചാണകം മണത്തിട്ട് നിസ്കരിക്കാൻ പറ്റണില്ല. ചാണകം മണത്തിട്ട് നിസ്കരിക്കാൻ പറ്റണില്ല. ആളുകൾ നോക്കി, ആരാ മസ്ജിദിൽ ചാണകം ചവിട്ടി വന്നത്? ആരാ ചാണകം കൊണ്ടുവന്ന് മനസ്സാക്കിയത്? ഇല്ല, പള്ളി മുഴുവൻ പരതി, അവിടെയൊന്നും ആ കുഴപ്പമില്ല. അപ്പോഴാണ് ഇമാമ് നിന്നാള് പോയിട്ട് ഖുതുബുസ്സമാന്റെ മുന്നിൽ പോയി പറഞ്ഞത്, പൊരുത്തപ്പെടണേ തങ്ങളെ, പൊരുത്തപ്പെടണേ തങ്ങളെ. ആൾക്ക് മനസ്സിലായി. തങ്ങൾ പറഞ്ഞോ, നെഞ്ചത്ത് അടി കൊടുത്തിട്ട് പറഞ്ഞു, ബാറക്കല്ലാ, ശ്രദ്ധിക്കണം. എന്നിട്ട് തങ്ങൾ ഇറങ്ങിപ്പോയി. ആളുകൾ ചുറ്റും കൂടിയിട്ട് ചോദിച്ചു, എന്തൊട്ട് പരിപാടിയാണിത്? തങ്ങൾ പറഞ്ഞു ചാണകം മണക്കുന്നു, നിങ്ങളിതാ പൊരുത്തപ്പെടിക്കുന്നു. എന്താ ഉസ്താദാണോ ചാണകം ചവിട്ടി? ചോദിച്ചു.
അല്ല, ഞാൻ കൈ കെട്ടിയപ്പോ നിങ്ങൾക്കറിയാലോ, എന്റെ ഭാര്യ പ്രസവിച്ചിട്ട് 1 മാസമോ 2 ആഴ്ചയോ ആയി. നിങ്ങൾക്കറിയാലോ, നിങ്ങൾക്കറിയാലോ ഭാര്യ പ്രസവിച്ചു. അതറിയാം, കാരണം പള്ളിയിൽ ഉസ്താദില്ലെങ്കിൽ അവർ പെട്ടെന്ന് അറിയും. പള്ളിയിൽ നിസ്കരിക്കാൻ വരുന്നവർക്കല്ല പ്രശ്നം. ചായക്കടയിൽ നിന്ന് വർത്താനം പറയാതെ വെള്ളിയാഴ്ച മാത്രം പള്ളിക്ക് വരുന്നില്ല കമ്മിറ്റിക്കാർ. ഇവിടുത്തെ കാര്യമില്ല, എനിക്ക് വന്ന പോലെ തൃശ്ശൂർ തിരിച്ചു പോകണം. വെള്ളിയാഴ്ച മാത്രം പള്ളി, അല്ലെങ്കിൽ ജനറൽ ബോഡിക്ക് വേണ്ടി മാത്രം ഇസ്തിരിട്ട ഷർട്ടുമായി വന്നിട്ട് ബഹറുണ്ടാക്കുന്ന കുറെ കമ്മിറ്റിക്കാർ അങ്ങനെ തൃശ്ശൂരിലൊക്കെ ഉണ്ട്. അവർക്ക് വലിയ പ്രശ്നമാണ്. പള്ളിയിൽ വരുന്ന പുസ്തകത്തിന് ഞാൻ പോയി അറിയാലോ, പുസ്തകം പോയി എനിക്കറിയില്ല. ഇന്നത്തെ കാര്യമില്ല ഞാൻ പറഞ്ഞത്. അവർ പറഞ്ഞു വേറെ പ്രസവിച്ചതറിയാം, അതും ചാണകം തമ്മിൽ എന്താ ബന്ധം? അപ്പൊ ഉസ്താദ് പറഞ്ഞു, ഞാൻ കൈ കെട്ടി ഫാത്തിഹ ഓതുമ്പോ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ 2-3 ആയത്തുകൾ ഓതിയപ്പോൾ ഞാൻ ആലോചിച്ചു, കുറച്ചൊന്ന് കുട്ടിക്കൊരു അക്കീക്ക ആക്കണല്ലോ. അക്കീക്ക മനസ്സിലായില്ല? അക്കീക്ക ആക്കണല്ലോ. ഇതിപ്പോ തിരുവരങ്ങാടി ചന്തയിലാണോ ചെമ്മാട് ചന്തയിലാണോ കുറച്ചാണ് പെരുമ്പിലോ ചന്തയിൽ ഇവിടെ പോയത് കിട്ടും. എന്തായിരിക്കും വില? എവിടെയാണ് ചിന്തിക്കുന്നത്? പാർട്ടി കൊണ്ടിരിക്കുമ്പോ ഇവിടെ നിൽക്കുന്ന ഇമാമിന്റെ മനസ്സ് വ്യാപരിക്കുന്നത് പിന്നിൽ നിൽക്കുന്ന മുമ്പുറന്തങ്ങൾ അറിഞ്ഞു. അതുകൊണ്ടാണ് ഇപ്പൊ ഇയാള് നിൽക്കുന്നത് ചന്തയില. ചന്തയിൽ സുഗന്ധം ഉണ്ടാകില്ല, ചാണകമാണ് ഉണ്ടാവുക. ആരിഫീങ്ങൾക്ക് ചില നയനങ്ങളുണ്ട്, നമ്മൾ കാണാത്തത് അവർ കാണുമേ. ഇതൊരു ഉദാഹരണം ഞാൻ പറഞ്ഞതാ, സംഭവിച്ച ഉദാഹരണം. നിങ്ങളെല്ലാവരും ചിരിച്ചു എന്തിനാണെന്ന് എനിക്കറിയാം. നമ്മുടെ പുസ്തകങ്ങളിലെ പരിപാടി. നിങ്ങളെന്ത് പരിപാടി? കൈയടിക്ക് അല്ലാഹു കഅബനാണെന്ന് നിസ്കരിക്കുക അല്ല, നമ്മൾ ചിന്തിച്ചു പോകല്ലേ. യുവമാര് കൈയടിക്ക് ഫോൺ വന്നിട്ട് എത്ര ദിവസമായി ആലോചിക്കുകയല്ലേ. ഞാനൊരു മനസ്സിലായ ഒരു ഉദാഹരണം പറയാം. സംഭവിച്ചതൊന്നുമല്ല, ചിലർ സംഭവിച്ച പോലെ പറയുന്നുണ്ട്. അങ്ങനെയൊന്നും കഥകൾ നുണകളായി ഇസ്ലാമിക ധർമ്മത്തിൽ പറഞ്ഞു പോകരുത്. തമാശയ്ക്ക് വേണ്ടി പോലും നുണ പറഞ്ഞാൽ നാളെ അള്ളാഹുവിന്റെ മുമ്പിൽ മറുപടി പറയേണ്ടി വരും. അള്ളാഹു കാക്കുമാറാകട്ടെ. തമാശ കേൾക്കാൻ വേണ്ടിയിട്ട് കോമഡി വോയിസ് കേട്ടാ പോലെ, അല്ലേ? വോഡഫോൺ കോമഡി കണ്ടാ പോലെ, പാട്ട് കേൾക്കണമെങ്കിൽ ഐഡിയ സ്റ്റാർസിന് കേട്ടാ പോലെ. മുഅ്മിനീങ്ങളെ, അത് സംഭവം ഞാൻ പറയാം, സംഭവിച്ചിട്ടുള്ളതൊന്നുമല്ല, നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടിയിട്ട്. ഒരു അമ്മായിമ്മ ഇമാമത്ത് നിന്നോ. ഇവിടെ അങ്ങനെയല്ല. അമ്മായിമ്മ എന്ന് പറഞ്ഞാൽ മനസ്സിലായോ? അമ്മായിമ്മ എന്ന് പറഞ്ഞാൽ മനസ്സിലായോ? ആരാ മനസ്സിലായിപ്പോ? ആരാ? ഭാര്യയുടെ അമ്മായി ഇമാമത്ത് നിന്നു. മരുമകള് 2 മരുമക്കളും പിറകെ നിന്നു. മൂത്ത മരുമകളും ചെറിയ മരുമകളും. അതിന് ഞങ്ങളവിടെ പറയുന്ന പ്രയോഗം ഉണ്ട്, പറഞ്ഞ ഞങ്ങൾ കഴിയാത്തതുകൊണ്ട് ഞാൻ പറയുന്നത്. മൂത്ത മകന്റെ ഭാര്യയും ഇളയ മകന്റെ ഭാര്യയും പിരിയുന്നു. പണ്ടൊക്കെ അങ്ങനെ ഒന്നിച്ചിരിക്കായിരുന്നു. ഇപ്പൊ അമ്മായിമ്മ ഉപ്പു പോയ പിന്നിലെ ചവിട്ട് വരും. അതുകൊണ്ട് പക്ഷെ ഒന്നിച്ച് നിൽക്കാറില്ല. പണ്ടങ്ങനെ ഉണ്ടായിരുന്നു. അപ്പൊ ഈ പാർട്ടി അങ്ങനെ ഓടിക്കൊണ്ടിരിക്കുമ്പോ മരുന്ന് സ്കരിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് അപ്പോഴാണ് കുറിച്ചങ്ങനെ അടുക്കളയിൽ കൂടുന്നുണ്ടത്. അപ്പൊ അമ്മായിമ്മ പെട്ടെന്ന് ഒരു ഉപബോധ മനസ്സിൽ നിന്ന്, അൺകോൺഷ്യസ് മൈൻഡിൽ നിന്ന് ഒരു ശബ്ദം പുറത്തേക്ക് വന്നു. അടുക്കളയിലേക്ക് നിസ്കരിക്കുമ്പോഴാണ് പറഞ്ഞത്. മൂത്ത മരുമോൾ ചാടി വീണിട്ട് തന്റെ ഇൽമു പ്രകടിപ്പിച്ചു, ജ്ഞാനം. അമ്മക്ക് ഒരു പാരാക്കാൻ കിട്ടിയ അവസരമില്ലേ നിസ്കാരത്തിലാട്ടോ. നിസ്കരിക്കുമ്പോ എന്തെങ്കിലും വർത്താനം പറഞ്ഞു നിസ്കാരം പാത്തിലായില്ലേ. അപ്പൊ ഈ പെണ്ണിന്റെ പോയി. അപ്പൊ ഇളയ മരുമകൾ അവള് കുറച്ചുകൂടി ജ്ഞാനം പ്രകടിപ്പിച്ചതാ. അതാ ഞാൻ അതിന്റെ ഇവിടെ ഉണ്ടാവുക നോക്കുന്നത് ആലോചിച്ചു. ഒരു ഉദാഹരണം പറഞ്ഞാൽ ഇത് മനസ്സിലാകാൻ വേണ്ടി ഇങ്ങനെ ഉണ്ടായിക്കൊണ്ടിരിക്കുക. ഇതേപോലെ അല്ലേ നമ്മുടെ നിസ്കാരം? നമ്മൾ കാട്ടിക്കുട്ടല്ലേ? നമുക്കൊരു മധുരം ലഭിക്കുന്നുണ്ടോ? സുബഹി നിസ്കാരം കഴിഞ്ഞിട്ട് ഒരു മധുരം നമുക്ക് ലഭിക്കുന്നുണ്ടോ? ഒരു ടേസ്റ്റ്. നല്ലൊരു ഫുഡ് മഞ്ചേരി അങ്ങാടി പോയി കഴിച്ച നിങ്ങൾക്കൊരു കിക്കാണില്ലേ? അതുപോലെ കിട്ടുന്നുണ്ടോ? പൊരിച്ച കോഴി ചപ്പാത്തി തിന്നുമ്പോ സുഖം കിട്ടുന്നില്ലേ? കല്യാണത്തിന് പോയി ചാപ്പാട് കഴിക്കുമ്പോൾ സുഖം കിട്ടുന്നില്ലേ? അതുപോലെയല്ല ഞാൻ പറഞ്ഞു. എന്നാലും നിസ്കാരം കഴിഞ്ഞാൽ അങ്ങനെ കിട്ടുന്നില്ല. ഇല്ല മോഹനങ്ങളെ, ഇല്ല. അപ്പോൾ